കോട്ടയം പാലാ നഗരസഭയിൽ കൂട്ടയടിയാണ്. UDF-ലെ ഭിന്നത രൂക്ഷമാണ്. UDF-ന്റെ അനുനയ നീക്കം പരാജയപ്പെട്ടു. പുളിക്കക്കണ്ടം കുടുംബത്തിനെതിരെ ആഞ്ഞടിച്ച് ഇന്നും കോൺഗ്രസ് കൗൺസിലർ ബിജു മാത്യൂസ് രംഗത്തെത്തി. ഞങ്ങൾ 5 പേരും 5 കോൺഗ്രസിൻ്റെ കൗൺസിലർമാരും പിന്നെ സ്വതന്ത്ര കൗൺസിലറായിട്ടുള്ള മായ രാഹുലും ചേർന്ന് 6 പേരും ഈ സ്വതന്ത്ര മുന്നണിയുമായി ഇനി യോജിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുമായിട്ട് വന്നാലും ശരി, അവരെ ഇനി യോജിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ കൂടെ കൂടുന്നതിനേക്കാൾ നല്ലത് ഭരണമില്ലാതിരിക്കുന്നതല്ല. ഈ പാലാ മുനിസിപ്പാലിറ്റിയിൽ ഇവരുമായിട്ട് യോജിച്ച് നിന്നുകൊണ്ട് ഭരണം നടത്തുന്നത് എന്ത് ആത്മഹത്യാപരമാണ്. നേതൃത്വം ആവശ്യപ്പെട്ടാൽ രാജി എന്നാണ് ബിനു പുളിക്കക്കണ്ടത്തിന്റെ പ്രതികരണം. അല്ല, ഞങ്ങൾ സ്വമേധയാ ഇപ്പം രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ UDF-ന്റെ നേതൃത്വം ഇന്നലെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചർച്ചകളായിട്ടും ഫോണിലായിട്ടും എല്ലാം ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ കൗൺസിലർമാർ തമ്മിലാണല്ലോ. അത് കൗൺസിലർമാരല്ല ഈ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം. അവരാവശ്യപ്പെട്ടാൽ ആ നിമിഷം രാജി. അവർ ഒരു അവിശ്വാസ പ്രമേയത്തിലേക്ക് പോകണ്ട, മറ്റു കാര്യങ്ങളിലേക്കൊന്നും അവരാവശ്യപ്പെട്ടാൽ മതി. UDF നേതൃത്വം തീരുമാനിക്കുക, അവർ നമ്മളോട് വിവരം പറയട്ടെ, പറയുമ്പോൾ ഞങ്ങൾ തീരുമാനമെടുക്കും. തർക്കത്തിൽ ഭാഗമാകാനില്ലെന്നായിരുന്നു 24-നോട് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ പ്രതികരണം. നേരത്തെ ഉണ്ടായിരുന്നു, അതൊക്കെ അത് നമുക്കറിയാം. പലപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ UDF-നകത്തുള്ള ഒരു നീക്കുപോക്ക് നടത്തേണ്ടതാണ്. അവർ തീർക്കട്ടെ. അത് അവര് അല്ല അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലോ കാര്യങ്ങളിലേക്കൊക്കെ കൗൺസിലർമാർ കേരള കോൺഗ്രസിന്റെ എമ്മിന്റെയോ LDF-ന്റെയോ ആളുകളൊന്നും വന്നിട്ടുമില്ല. നഗരസഭയിൽ ഭരണസംഭവം ചൂണ്ടിക്കാട്ടി നഗരസഭയിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തും. ടോബി ജോൺസൺ ഏറ്റവും പുതിയ വിവരങ്ങൾ ചേർന്നു. ടോബി, ഈ വില കൂടിയ വാച്ച് മോഷണം പോയി എന്ന പരാതി അത് വ്യാജമാണെങ്കിൽ, അത് ഏതെങ്കിലും തരത്തിൽ എയർപോർട്ട് മോഷണ പരാതിക്ക് പ്രതികാരമാണെങ്കിൽ അത് നിലവാരം കുറഞ്ഞ രാഷ്ട്രീയമാണ്. ഈ പ്രശ്നം ഈ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാവുന്നുണ്ടോ, അതോ അതിനകത്തുള്ള പാർട്ടികൾ തമ്മിലെ പ്രശ്നമായ അത് വികാസം പ്രാപിക്കുന്നുണ്ടോ? ടോബി, വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണെന്ന് പറയുമ്പോഴും കോൺഗ്രസിന്റെ നിലപാട് നിർണായകമാണ്. ഹാഷ്മീദിൽ നേരത്തെ ഈ എയർപോർട്ട് വിവാദമൊക്കെ അത് LDF അധികാരത്തിലിരുന്നപ്പോൾ അല്ലെങ്കിൽ LDF ഭരിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നമാണ്. എന്നാൽ ഇപ്പോൾ UDF ആണ് അധികാരത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു പ്രശ്നമാണ്. നമുക്കറിയാവുന്ന പോലെ ഈ കൊട്ടാരമറ്റത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇത്രയും കാര്യങ്ങൾ വഷളായി മാറിയിരിക്കുന്നത്. അന്ന് അതുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി പാർട്ടിയിലുണ്ടായ ഒരു തർക്കം കയ്യാങ്കളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേ തുടർന്നാണ് ഈ ബിജു മാത്യൂസ് എന്ന് പറയുന്ന വ്യക്തി ഒരു കോൺഗ്രസ് കൗൺസിലർ ഒരു പരാതി പോലീസിൽ നൽകുന്നത്. അതിന്റെ തെളിവെടുപ്പിന് വന്നപ്പോഴാണ് ഇവിടുത്തെ ചെയർപേഴ്സന്റെ റൂമിലിരുന്ന ഫയലും വാച്ചും കാണുന്നില്ല എന്ന് അവർ പറയുകയും അതുമായി ബന്ധപ്പെട്ട് ഈ കൗൺസിലർക്കെതിരെ തിരിച്ച് ഒരു പരാതി സ്വതന്ത്ര കൗൺസിലർമാർ നൽകുന്നതും. എന്തായാലും ഈ 2 കൂട്ടരും ആ കേസുകൾ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും അതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ചില പിടിവാശികൾ തന്നെയാണ്. ഈ ഭരണത്തിൽ ഈ സ്വതന്ത്ര മുന്നണി അവർ മറ്റ് കോൺഗ്രസ് കൗൺസിലർമാരുമായിട്ട് കൂടിയാലോചനകൾ നടത്താതെ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോട് കാര്യങ്ങൾ സംസാരിക്കാതെ ഏകപക്ഷീയമായി ഭരണം കൊണ്ടുപോകുന്നു എന്നൊരു ആക്ഷേപമാണ് കോൺഗ്രസിന്റെ കൗൺസിലർമാർക്കുള്ളത്. എന്നാൽ അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും കൃത്യമായി ചർച്ച ചെയ്താണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ദിയാ പുളിക്കക്കണ്ടം അടക്കമുള്ള ചെയർപേഴ്സണും അതുപോലെ തന്നെ സ്വതന്ത്ര കൂട്ടായ്മയും പറയുന്നത്. എന്തായാലും ഇവർ തമ്മിൽ നിലവിൽ യാതൊരു തരത്തിലുള്ള ഒരു അടുപ്പമോ അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി ടീം UDF എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും പാലാ നഗരസഭയിൽ നിലവിലില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ 2 തട്ടിലായി ഒരിക്കലും ഇനി അടുക്കില്ല എന്നുള്ള ഒരു ഘട്ടം വന്നൊരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ പാലാ MLA മാണി സി കാപ്പന്റെയും കോട്ടയം MP ഫ്രാൻസിസ് ജോർജിന്റെയും അതുപോലെ തന്നെ ജില്ലാ കൺവീനർ UDF കൺവീനറിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറായത്. ആ ചർച്ചയിൽ 2 കൂട്ടരെയും പ്രത്യേകം വിളിച്ച് ചർച്ച ചെയ്തു. പക്ഷേ 2 കൂട്ടരും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു കത്തിൽ തങ്ങൾക്ക് ഇനി ഈ സ്വതന്ത്ര കൂട്ടായ്മയെ സഹകരിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് 5 കോൺഗ്രസ് കൗൺസിലർമാരും ഒപ്പം തന്നെ UDF വിമതയായി വിജയിച്ച വൈസ് ചെയർമാനായിട്ടുള്ള മായ രാഹുലും ഒപ്പിട്ട ഒരു പരാതി നൽകുന്നു. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ നിലപാടിൽ ഒരു വ്യത്യാസവുമില്ലെന്ന് പറയുന്നു. എന്തായാലും ബിനു പുളിക്കക്കണ്ടവും അതുപോലെ തന്നെ സ്വതന്ത്ര കൂട്ടായ്മയും പറയുന്നത് അവർ UDF നേതൃത്വവുമായിട്ടാണ്, അതായത് ജില്ലാ UDF നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന UDF നേതൃത്വവുമായിട്ടാണ് ചർച്ചകൾ നടത്തിയ ഒരു ധാരണയിൽ പാലായിൽ ഭരിക്കാൻ തയ്യാറായത്. അതുകൊണ്ട് അവർ പറയുകയാണെങ്കിൽ
ഈ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്നാണ് നിലവിൽ ഈ കോൺഗ്രസ് നേതൃത്വം പറയുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ കോൺഗ്രസ് കൗൺസിലർമാർ പറയുന്നതിനനുസരിച്ച് രാജിയിലേക്കോ മറ്റൊന്നും നിലവിൽ പോകില്ല. എന്തായാലും ആ കാര്യത്തിലൊരു തീരുമാനം ഇനി എടുക്കേണ്ടത് ജില്ലാ UDF-ഉം അല്ലെങ്കിൽ സംസ്ഥാന UDF-ഉമാണ്. അവർ എന്തു പറയുന്നു? അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച 5 കൗൺസിലർമാരാണ് ഈ നിലപാടെടുത്തിരിക്കുന്നത്. അവരുടെ നിലപാട് തള്ളിക്കൊണ്ട് ഈ സ്വതന്ത്ര കൗൺസിലർമാരെ പിന്തുണയ്ക്കാൻ UDF സംവിധാനം തയ്യാറാകും. അതോ നേരെ തിരിച്ച് ഇനി ഈ സ്വതന്ത്ര കൂട്ടായ്മ വേണ്ട, ഒറ്റയ്ക്ക് നിൽക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് UDF കോൺഗ്രസിനെ പിന്തുണച്ച് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ നീക്കത്തിന് നിലവിൽ തങ്ങളില്ല എന്നുള്ള നിലപാട് കേരള കോൺഗ്രസ് എമ്മും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ജോസ് കെ മാണി വിഭാഗം മാറി നിന്ന് അവർക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട്. കാരണം 10 കേരള കോൺഗ്രസ് കൗൺസിലർമാർ വിജയിച്ചിട്ടുണ്ട് നഗരസഭയിൽ. ഒപ്പം 2 LDF സ്വതന്ത്ര CPM സ്വതന്ത്രർ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ 12 സീറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. പക്ഷേ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കൊന്നും നിലവിലില്ല എന്ന് കേരള കോൺഗ്രസ് എമ്മും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരുന്ന ദിവസമാണ് വൈസ് ചെയർമാന്റെ ആ കാലാവധി 6 മാസ കാലാവധി കഴിയുന്നത്. അപ്പോൾ ആയിരിക്കും ഇതിന്റെ തുടർ പ്രതിഫലനങ്ങൾ ഉണ്ടാകുക. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.